സ്റ്റേ കാം സ്കോർ ഹൈ എന്ന നമ്മുടെ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാംസിനെ എങ്ങനെ കാമായിട്ട് ഫേസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പരീക്ഷയോടനുബന്ധിച്ച് കുട്ടികളുണ്ടാകുന്ന സ്ട്രെസ് അതെങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സ്ട്രെസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മളിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോഴേ പ്രധാനമായിട്ട് നമ്മൾ 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഈ എക്സാംസ് ഒക്കെ അടുക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ബ്രെയിൻ ഒരു അലേർട്ട് മോഡിലേക്ക് പോകും. ഇതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറച്ചുകൂടി സുരക്ഷിതരാക്കാനും കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി നമ്മൾ പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ബ്രെയിൻ ഇത് ചെയ്യുന്നത്. അപ്പം ചെറിയ തോതിലുള്ള ഒരു സ്ട്രെസ് അപ്പം നമുക്കുണ്ടാവും, അത് നോർമലാണ്. പക്ഷെ എപ്പോഴാണ് ഇത് കുഴപ്പമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇതിനകത്ത് ബ്രെയിൻ എടുക്കാൻ പറ്റാത്ത ഒരു ഭാരമായി കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മളിൽ താങ്ങാൻ പറ്റാണ്ട് സ്ട്രെസ് ആയിട്ട് മാറും. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ളതാണ്. കാര്യം എനിക്കിത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് എനിക്ക് കിട്ടുമോ, ഇനി അഥവാ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാതെയുള്ള നമ്മുടെ ചിന്തകൾ, അതാണ് നമ്മളിൽ രണ്ടാമത് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഇന്റേണലിയും എക്സ്റ്റേണലിയും ഉള്ള പ്രഷറിനെ കുറിച്ചിട്ടാണ്. ഇന്റേണലി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തന്നെയാണ്, നമുക്ക് തന്നെ തോന്നല്. പുറത്തു നിന്നുള്ള പ്രഷർ എവിടെ നിന്നൊക്കെ നമുക്ക് വരാം, നമ്മുടെ പേരൻസിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സഹപാഠികളിൽ നിന്ന്, നമ്മുടെ അധ്യാപകരിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെയുള്ള ഇവർ എന്നിൽ നിന്ന് ഇത്രയൊക്കെയാണല്ലോ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നല് കൂടുതലായി കഴിഞ്ഞാൽ അത് നമ്മളെ സ്ട്രെസ്സിലേക്ക് നയിക്കും. ഇനി നമ്മളിൽ സ്ട്രെസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുക? പ്രധാനമായിട്ടും 3 ലക്ഷണങ്ങളാണ്. അതായത് ഫിസിക്കലായിട്ടുള്ളത്, ഇമോഷണലി ഉള്ളത്, ബിഹേവിയറലി ഉള്ളത്. നമ്മൾ ആദ്യം പറയുന്നത് ഫിസിക്കൽ സൈനിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം സ്ട്രെസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇത് മനസ്സിൽ മാത്രം നിൽക്കത്തില്ല, ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരവും കാണിച്ചു തുടങ്ങും. അതായത് നമുക്ക് തലവേദന, വയറുവേദന, അല്ലെങ്കിൽ ഉറക്കക്കുറവ് തോന്നുക, ഹൃദയമിടിപ്പ് കൂടുക, അകാരണമായിട്ട് നമ്മുടെ കൈകളൊക്കെ വിയർക്കുക, നമ്മൾ വലുതായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ക്ഷീണം തോന്നുക, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളതിന് ശരീരം കാണിക്കുന്ന ലക്ഷണം. അല്ലെങ്കിൽ ശരീരം നമ്മളോട് പറയുവാണ് ഇതേ കുറച്ച് കാമാക്, നിനക്ക് കുറച്ച് പ്രശ്നമുണ്ട്, വിശ്രമിക്കുക എന്ന് നമ്മുടെ ശരീരം പറയുന്നതിൻ്റെ ലക്ഷണമായിട്ട് വേണം നമ്മളിതിനെ കാണാനായിട്ട്. രണ്ടാമത് നമ്മൾ പറയുന്നത് ഇമോഷണലി ഉള്ള ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുക, പെട്ടെന്ന് ദേഷ്യം വരിക, ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളങ്ങ് ആശങ്കപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇമോഷണലി വരുന്ന ലക്ഷണങ്ങളാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ സ്ട്രെസ് നമ്മുടെ ബിഹേവിയറിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. അതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, പെട്ടെന്ന് നമ്മൾ പഠനം അങ്ങ് ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒന്നും മനസ്സിലാവാതെ ചുമ്മാതിരുന്നങ്ങ് വായിക്കുക, ഒരു കാരണമില്ലാതെ നമ്മളിങ്ങനെ മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ അങ്ങ് വിട്ടു നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് ബിഹേവിയറിലും വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്കുണ്ടാവാം, അതൊക്കെ നോർമൽ സ്ട്രെസ്സാണ്. പക്ഷേ ഇത് കൂടുതലാകുകയാണെന്നുണ്ട് ഇതിനെ തിരിച്ചറിയുക എന്ന് പറയുമ്പം നോർമൽ സ്ട്രെസ്സും ഉണ്ട്, ഹാംഫുൾ സ്ട്രെസ്സും ഉണ്ട്. നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ചില സമയത്തൊക്കെ നമ്മളെ ഒന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ തരുന്ന ഒരു അലേർട്ട് മോഡാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ നോർമൽ സ്ട്രെസ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഇതുമൂലം നമുക്ക് ദോഷമൊന്നും വരില്ല. കാര്യം നമ്മളുള്ള ഡെയിലിയുള്ള ആക്ടിവിറ്റീസിനെ ഇത് ബാധിക്കത്തില്ല. നമുക്ക് ഉറക്കക്കുറവോ ക്ഷീണമോ അല്ലെ പഠിക്കാതിരിക്കാൻ പറ്റുമോ ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ തന്നെ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഇത് എപ്പോഴാണ് നമുക്ക് ഹാംഫുൾ ആകുന്നത്? നമ്മുടെ ഡെയിലിയുള്ള ആക്ടിവിറ്റീസിനെ ഇത് ബാധിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഭക്ഷണത്തിന് രുചി തോന്നുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് എന്ത് കാരണത്തിനും ആവശ്യമില്ലാതെ ഒരു ആശങ്ക, നമ്മുടെ മൈൻഡ് അങ്ങ് ബ്ലാങ്കായിട്ട് തോന്നുക, നമുക്ക് ഉത്തരവാദിത്വത്തിൽ നിന്നൊക്കെ ഓടിപ്പോകണം, ജീവിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് നമ്മുടെ ചിന്ത പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് സ്ട്രെസ് ദോഷകരമായിട്ട് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടുകാരോടോ ഇല്ലേ, നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരോടോ ആരോടെങ്കിലും നമ്മളിത് ഷെയർ ചെയ്യുക. ഈ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പുറത്തു വരിക എന്നുള്ളതാണ്. എനിക്കിനി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, എനിക്കങ്ങ് ടെൻഷനാവുന്നു, എനിക്കിത് മാറ്റാൻ പറ്റുമോ, അങ്ങനെ ഒരു പേടിയേ നിങ്ങൾക്ക് വേണ്ട. കാര്യം സ്ട്രെസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തന്നെയാണ്, ഇത് മാനേജബിൾ ആണ്. എങ്ങനെയാണ് നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ചിട്ടയായിട്ടുള്ള പഠനം, ചെറിയ ഇടവേളകളൊക്കെ എടുത്തിട്ടുള്ള പ്രാക്ടീസ്, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ പോസിറ്റിവിറ്റി കൈവിടാതിരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓർക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ തയ്യാറാണെങ്കിൽ പരീക്ഷ ഒരു ബുദ്ധിമുട്ടേ അല്ല. നമ്മൾ ആത്മവിശ്വാസവും കഴിവും കൈവിടാതെ നമ്മൾ അതിനെ നന്നായിട്ട് ഫേസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി ശക്തരാണ് നിങ്ങൾ. ഈ സ്ട്രെസ്സൊന്നും നമ്മുടെ മുന്നിൽ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല
നല്ല ആത്മവിശ്വാസത്തോടു കൂടി അങ്ങ് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. സ്മാർട്ടായിട്ട് എങ്ങനെ പഠിക്കാം, നന്നായിട്ട് എങ്ങനെ റിവിഷൻ ചെയ്യാം എന്നുള്ള കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.